പ്രത്യേകത അത് തന്നെയായിരുന്നു. TPFC എന്ന് പറഞ്ഞ ടെക്നോളജി ആണ് ഇതിനകത്ത് ഹീറോ ഹോണ്ട കൊണ്ടുവന്നത്. TPFC എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ പവർ കൺട്രോൾ ഫ്യൂവൽ കൺട്രോൾ സിസ്റ്റം. ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ ഈ കാർബറേറ്റർ ഇതൊരു സ്ലൈഡ് ടൈപ്പ് കെൽഹിന്റെ കാർബറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ കാർബറേറ്ററിനകത്ത് ഒരു ഓട്ടോ ചോക്കുണ്ട്, ഒരു ചോക്ക് ഇൻബിൽട്ട് ഉണ്ട്. ഈ ചോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ കൈ കൊടുക്കുമ്പോഴത്തേക്ക് ഇൻസ്റ്റന്റ് ത്രോട്ടിൽ റെസ്പോൺസ് ആണ്. അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇറങ്ങുന്നതിന് മുമ്പ് കൊണ്ടുവന്നൊരു ടെക്നോളജിയാണ് TPFC. ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെ TPFC ഉള്ള ബൈക്ക് ഹീറോ ഹോണ്ടയുടെ CBZ തന്നെയാണ്. അപ്പോഴത്തേക്കും CV കാർബറേറ്റർ നമ്മൾ നോർമൽ CV കാർബറേറ്റർ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര അഡ്വാൻസ് CV കാർബറേറ്റർ ഉള്ള ബൈക്കാണെങ്കിൽ പോലും നമ്മൾ ഒറ്റയടിക്ക് ട്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് ലാഗ് ചെയ്തിട്ട് വണ്ടി കയറി പോകത്തുള്ളൂ. ആ റെസ്പോൺസ് കുറവാണ്. പക്ഷേ ഈ മോഡലൊന്നും നിങ്ങൾ കൈ കൊടുത്ത് നോക്കണം. കൈ കൊടുത്ത് നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. കാരണം 12.8 bhp മാത്രം പേപ്പറിലുള്ള ഒരു ബൈക്കാണെങ്കിലും കൈ കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊരു വേറെ ലെവലിലാണ് ബിഹേവ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചോക്കിലാണ് ഈ കാർബറേറ്റർ വർക്ക് ചെയ്യുന്നത്. സ്ലൈഡ് ടൈപ്പ് കാർബറേറ്റർ ആണ് വിത്ത് ഇൻബിൽറ്റ് ചോക്കാണ്. പിന്നെ ഒരു ഫ്യൂവൽ എക്സ്ട്രാ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ നോസിലും കൂടെ മെക്കാനിക്കലി വർക്കിംഗ് ഈ എക്സ്ട്രാ നോസിലും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൈ കൊടുക്കുമ്പോഴത്തേക്കും എക്സ്ട്രാ ഫ്യൂവൽ നേരെ എഞ്ചിനകത്തോട്ട് കയറുന്നു. അതുകൊണ്ട് മോർ പവർ ആൻഡ് പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ത്രോട്ടിൽ റെസ്പോൺസ് കിട്ടുന്ന വണ്ടി പറന്നു പോകുന്നു. അതായിരുന്നു CBZന്റെ പ്രത്യേകത. വേറൊരു ബൈക്കിനും ഈ ഒരു റേഞ്ചിന്, അതായത് ഞാൻ പറഞ്ഞ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഇല്ലാത്ത കാർബറേറ്ററുള്ള ഒരു ബൈക്കിനും ഈ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഇപ്പൊ പോലും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് മാരകമായ ത്രോട്ടിൽ റെസ്പോൺസ് ആണ്. ഞാൻ ഇത് സ്വപ്നം കണ്ടാണ് ലാസ്റ്റ് ഞാൻ +2 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ ബഹളം ഉണ്ടാക്കി മേടിച്ചതാണ് CBZ ഒരെണ്ണം. അന്ന് ഞാൻ മേടിച്ചത് CBZന്റെ വണ്ടിയുടെ നമ്പർ എനിക്ക് ഇപ്പോഴും കാണാതെ പറയാൻ പറ്റും. KL04G8 എന്ന് പറഞ്ഞ ഒറ്റ അക്കൗണ്ട് നമ്പർ. കാരണം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ് ഈ വണ്ടി മേടിച്ചിട്ടുള്ളത്. കാരണം സ്പ്ലെൻഡർ തന്നെ അന്ന് ഈ കാലഘട്ടത്തിൽ, അതായത് 95-99 സ്പ്ലെൻഡർ തന്നെ ഒരു ആഡംബരമായിരുന്നെങ്കിൽ ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു CBZ. പിന്നീട് അവർ CBC സ്റ്റാർ എന്നൊക്കെ പറഞ്ഞൊരു മോഡലെ കൊണ്ടുവന്നു. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. കാര്യം എന്ന് വെച്ചാൽ CBC സ്റ്റാറിനകത്ത് അവർ കാർബറേറ്റർ കൊണ്ടുവന്നു, CV കാർബറേറ്റർ ഉണ്ട്. CV കാർബറേറ്ററിന് ഒരിക്കലും ഈ TPFC ഉള്ള ഒരു CBZന്റെ ഒറിജിനൽ കാർബറേറ്ററിന് പെർഫോമൻസ് വരാൻ പറ്റത്തില്ല. സോ 125 കിലോമീറ്റർ ആയിരുന്നു ടോപ്പ് സ്പീഡ് CBC ഒറിജിനൽ കൊടുത്തിരുന്നത്. പക്ഷേ CV കാർബറേറ്റർ ഉള്ള CBC സ്റ്റാറിലോട്ട് വന്നപ്പോൾ 114 കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞു. പിന്നെ പെർഫോമൻസും ഏതാണ്ട് പേപ്പറിൽ കാണുന്ന ഒരുപോലെ ആണെങ്കിലും ആ ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്, മറ്റേ എന്ത് പറയണ്ട ഇൻസ്റ്റന്റ് ത്രോട്ടിൽ റെസ്പോൺസ് അത് മൊത്തത്തിൽ കുറഞ്ഞിട്ട് ഒരു സാധാ ഒരു CV കാർബറേറ്റർ ഉള്ള ഒരു ബൈക്ക് ബിഹേവ് ചെയ്യുന്ന പോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് CBC സ്റ്റാർ വലുതായിട്ട് എവിടെ ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് CBC എക്സ്ട്രീം വന്ന് CBC സ്റ്റാറിനെ ഓർമ്മയാക്കി കളഞ്ഞു. പക്ഷേ CBZ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓർമ്മയാണ്. കാരണം എൻ്റെ മനസ്സിലുള്ള ഓർമ്മയെന്ന് വെച്ചാൽ എൻ്റെ ആ ബൈക്കുമായിട്ട് എനിക്ക് കുറെ ഓർമ്മകളുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു TVSന്റെ ഫിയറോ ആണ്, ഫിയറോ FX.